ചാനലിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് റിമൂവൽ ഓഫ് പാപകർമ്മ പാർട്ട് 3 അതിനെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് വേറെ ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് 2 വീഡിയോ കൊടുത്തിരുന്നു. റിമൂവൽ ഓഫ് പാപകർമ്മ പാർട്ട് 1 പാർട്ട് 2. ഇത് പാർട്ട് 3 ആണ്. ഇതിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തീർത്ഥാടനം ചെയ്യണം. മഹാക്ഷേത്രങ്ങളിൽ പോയി അവിടെ ഇരുന്ന് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദൈവത്തെ 1 മണിക്കൂറെങ്കിലും ക്ഷേത്രത്തിൻ്റെ അകത്തിരുന്ന് ധ്യാനിക്കണം. ഒരു വർഷത്തിൽ 1-2 തവണ ഇത് ചെയ്താൽ മതി. പിന്നെ ചെയ്യേണ്ടത് തീർത്ഥസ്ഥാനം. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി ഇങ്ങനെയുള്ള പുണ്യനദികളിൽ ഇതേമാതിരി വർഷത്തിൽ 1-2 പ്രാവശ്യം പോയി സ്നാനം ചെയ്യണം. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമ്മളുടെ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ ഇല്ലാതെയാവും. കർമ്മപ്രക്ഷാളനം സംഭവിക്കും. ഇതാണ് 3ാമത്തെ കാര്യം. അതായത് പാപകർമ്മങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെക്കുറിച്ച്. ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എത്രത്തോളം ധ്യാനം ചെയ്യുന്നുവോ, അതായത് നാമസങ്കീർത്തനത്തോടു കൂടി നാമജപത്തോടു കൂടി അത്രത്തോളം നമ്മളിലുള്ള എല്ലാ ദോഷങ്ങളും ഇല്ലാതാവും. എൻ്റെ ജീവിതം തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഞാൻ കഴിഞ്ഞ 2021 സെപ്റ്റംബർ മുതലാണ് ഈ ധ്യാനത്തിലേക്ക് വന്നത്. 21 സെപ്റ്റംബർ മുതൽ 23 ഒക്ടോബർ വരെ വേറൊരു ഗ്രൂപ്പിലായിരുന്നു ധ്യാനം ചെയ്തിരുന്നത്. പക്ഷേ ആ ഗ്രൂപ്പ് എന്താ ഒരു പ്രോബ്ലം എന്ന് ചോദിച്ചാൽ, അവിടെ പറയുന്നത് ധ്യാനം ചെയ്യുന്നവർ നാമജപം ചെയ്യാൻ പാടില്ല, നാമസങ്കീർത്തനം ചെയ്യാൻ പാടില്ല, വീട്ടിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല, ദൈവത്തെ ആരാധിക്കാൻ പാടില്ല, പിതൃജനങ്ങളെ ആരാധിക്കാൻ പാടില്ല. ഇതിനെല്ലാം നിബന്ധനകളുണ്ട്. ഇതൊന്നും ചെയ്യാതെ വേണം ധ്യാനം ചെയ്യാൻ. അപ്പം ധ്യാനം ചെയ്യുന്നവർ ദൈവിക കർമ്മങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, പിതൃകർമ്മങ്ങളിലും ഏർപ്പെടാൻ പാടില്ല എന്നാണ് അവരുടെ റെസ്ട്രിക്ഷൻ. അതായത് നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ നേരെ വിപരീതമായ കാര്യങ്ങൾ. അപ്പം ഞാനത് ചെയ്തിരുന്നു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ജാതകത്തിൽ ആയുർസ്ഥാനത്തിൽ അഷ്ടമഭാവത്തിൽ 2 പാപഗ്രഹങ്ങളുണ്ട്. ഒന്ന് ചൊവ്വ, ഒന്ന് കേതു. എനിക്ക് കുംഭലഗ്നം, അഷ്ടമഭാവം കന്നിരാശി. അവിടെ ചൊവ്വ ഒരു പാപഗ്രഹം, കേതു 2ാമത്തെ പാപഗ്രഹം. എനിക്ക് 2022 സെപ്റ്റംബർ മുതൽ കേതു ദശയാണ്. ഞാനൊരു അസ്ട്രോളജറാണ്. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അറിയാം കേതു ദശയിൽ എനിക്ക് മരണം സംഭവിക്കുമെന്ന്. അതിൽ അഷ്ടമത്തിൽ കൂടെ ചൊവ്വയുണ്ട്. പിന്നെ 2ാം ഭാവത്തിൽ നിന്നും മീനത്തിൽ നിന്നും സൂര്യൻ്റെ ദൃഷ്ടിയും കേതുവിനുണ്ട്. അപ്പോൾ അതിഭയങ്കരമായ ഒരു പാപിയായി തീരുന്നു കേതുഗ്രഹം. അഷ്ടമഭാവത്തിൽ ആയുർഭാവത്തിലുള്ളത് കൊണ്ട് ജാതകന് മരണത്തെ നൽകും. എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, 2022 ഒക്ടോബറിൽ ഞാൻ ധ്യാനം ചെയ്യുന്ന ഗ്രൂപ്പിൽ നിന്നും പുറത്തേക്ക് ഞാൻ വന്നു ചില കാരണങ്ങൾ കൊണ്ട്. എന്നിട്ട് ഒരു 4 മാസക്കാലം നിരന്തരം ഗണപതി മന്ത്രം, ഗായത്രി മന്ത്രം, ലളിതാ സഹസ്രനാമം, ശിവപഞ്ചാക്ഷരി, നവഗ്രഹ മന്ത്രം ഇവയെല്ലാം ജപിച്ചുകൊണ്ട് ധ്യാനം ചെയ്യുവാൻ തുടങ്ങി. 2023 മാർച്ചിൽ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും സ്വാമി സൂര്യ, പിന്നെ ഗൂഗിൾ മീറ്റിലൂടെ നിത്യം രാവിലെ 5 മുതൽ 6:20 വരെ ധ്യാനത്തിൻ്റെ സെഷനും നടത്തുവാൻ തുടങ്ങി. എനിക്ക് മരണം സംഭവിച്ചില്ല. എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചത് ഈ മന്ത്രജപത്തോടു കൂടിയുള്ള ധ്യാനമാണ്. മന്ത്രജപത്തോടു കൂടിയുള്ള ധ്യാനം നമുക്ക് പല അത്ഭുത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും. വിശ്വസിക്കുക.
എല്ലാവരും മന്ത്രജപത്തോടു കൂടി ധ്യാനം ചെയ്യണം. നമ്മൾ ഹിന്ദുക്കൾ നമ്മളുടെ പിതൃക്കളെ മറക്കരുത്. പിതൃതർപ്പണം ചെയ്യണം. പിതൃക്കളെ നിത്യവും നമ്മൾ സ്മരിക്കണം. അമാവാസയ്ക്ക് പിതൃതർപ്പണം ചെയ്യണം. എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഗൂഗിൾ മീറ്റിലൂടെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ പറഞ്ഞു തരാം. നിത്യവും പിതൃക്കളെ സ്മരിക്കണം. ഇപ്പോൾ അച്ഛനില്ലെങ്കിൽ, എനിക്ക് അച്ഛനില്ല, അപ്പോൾ ഞാൻ നിത്യവും എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് വസുരൂപാൻ മമ പിതൃൻ സ്വദാ നമഃ, വസുരൂപാൻ മമ 9 പ്രാവശ്യം പറയും. അമ്മയില്ലാത്തതുകൊണ്ട് അമ്മയുടെ പേരും പറഞ്ഞ് ഇതേമാതിരി പറയും. അതായത് അച്ഛൻ്റെ ആത്മാവിനെ നമസ്കരിക്കുന്നു, അമ്മയുടെ 9 പ്രാവശ്യം. അങ്ങനെ പിതൃക്കളെ ആരാധിക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിൻ്റെ മന്ത്രം പറയണം. ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങൾ വന്നാൽ നിത്യം 6 മുതൽ 6:20 വരെ കുറേയധികം മന്ത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ലളിതാ സഹസ്രനാമം, ഗായത്രി മന്ത്രം, നവഗ്രഹ മന്ത്രം, ശിവപഞ്ചാക്ഷരി മന്ത്രം തുടങ്ങിയ വളരെ 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 അദ്ഭുതമായ മന്ത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എല്ലാ ഏകാദശിക്കും, പ്രദോഷത്തിനും, പൗർണമിക്കും നിധി ഗണപതി മന്ത്രം, മഹാലക്ഷ്മി മന്ത്രം, മഹാവിഷ്ണു മന്ത്രം, ലളിതാ സഹസ്രനാമം, ലളിതാ ത്രിശതി ഇതും പറഞ്ഞു തരുന്നുണ്ട്. ആർക്കെങ്കിലും ഈ ധ്യാനത്തിൽ, ഈ മന്ത്രജപത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരിക. നിങ്ങളുടെ ജീവിതത്തിൽ പല പല അദ്ഭുത കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ ജാതകത്തിൻ്റെ ബലം തന്നെ മാറും. നിങ്ങളുടെ കൈരേഖ തന്നെ മാറും. കൈരേഖയിലെ ഈ ലൈഫ് ലൈനും ഹെഡ് ലൈനും ഹാർട്ട് ലൈനും എല്ലാം തെളിഞ്ഞു വരും. ഓരോ മൗണ്ടും തെളിഞ്ഞു വരും. നിങ്ങൾക്ക് കൈയിനെ ശ്രദ്ധിക്കാമല്ലോ. 41 ദിവസം ധ്യാനം ചെയ്ത ശേഷം കൈയിനെ നോക്കാം. അതിലെ രേഖകൾ തെളിഞ്ഞിട്ടുണ്ടാവും, മൗണ്ടെല്ലാം തെളിഞ്ഞിട്ടുണ്ടാവും. വരിക, ധ്യാനത്തിലേക്ക് വരിക. ഇപ്പോൾ ഈ 14-ാം തീയതി ശനിയാഴ്ച ദിവസം രാത്രി 8 മുതൽ 9 വരെ മഹാലക്ഷ്മി മന്ത്രം പറഞ്ഞിട്ടുള്ള ധ്യാനമുണ്ട്, ധനസമൃദ്ധിക്ക് വേണ്ടി. പിന്നെ പൗർണമി ദിവസം 17-ാം തീയതി 8 മുതൽ 10 വരെ ലളിതാ സഹസ്രനാമം പറഞ്ഞുകൊണ്ടുള്ള ധ്യാനവുമുണ്ട്. ഇതിലും എല്ലാവരും പങ്കെടുക്കുക. എല്ലാവർക്കും നന്ദി.